ടെക് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിനേഷനിലെ കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ മൊഡ്യൂൾസും അതിന്റെ ഡിസ്കഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു മൊഡ്യൂളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യന്റെ ഡിസ്കഷനുമാണ് നമ്മൾ നടത്താനായി പോകുന്നത്. നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സെഷനിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. സോ കൊമേഴ്സിന്റെ സിലബസിൽ പ്രധാനമായിട്ടും 4 മൊഡ്യൂൾസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ് ആണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ലെവലുകൾ, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, അതുപോലെ തന്നെ ലോവർ ലെവൽ മാനേജ്മെന്റ്, പിന്നെ നേച്ചർ ഓഫ് മാനേജ്മെന്റ്, അതായത് മാനേജ്മെന്റ് ആസ് എ സയൻസ്, ആസ് എൻ ആർട്ട്, ആസ് എ പ്രൊഫഷൻ, പിന്നെ മാനേജ്മെന്റിന്റെ എവല്യൂഷൻ, മാനേജ്മെന്റിനകത്തുള്ള പ്രിൻസിപ്പിൾസ്, പ്രധാനമായി ഫയോളിന്റെ തിയറി, അതുപോലെ തന്നെ ടെയ്ലറിന്റെ തിയറി, മാനേജ്മെന്റ് തിങ്കേഴ്സ് അവരുടെ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ പ്രോസസ് ഓഫ് മാനേജ്മെന്റ്, ഏറ്റവും അവസാനം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും ഉണ്ട്. ഓക്കെ ആണോ? യെസ്. ഫങ്ഷൻസ് ഏതൊക്കെയാ? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ്, ഈ ഒരു ഫങ്ഷൻസും. ക്ലിയർ ആണോ? സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ +1 സിലബസിൽ ഈ ഒരു ബിസിനസ് സ്റ്റഡീസിൽ മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റിനകത്ത് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തും വരുന്നുണ്ട്. സോ അതാണ് നമ്മളുടെ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. കുറച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. ക്ലിയർ ആണോ? അപ്പോൾ എന്തൊക്കെ ഇതിനകത്തെ പ്രധാനമായും നോക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്, നേച്ചർ, മാനേജ്മെന്റ് ആസ് എ സയൻസ്, ആസ് എൻ ആർട്ട്, ആസ് എ പ്രൊഫഷൻ, അതിൻ്റെ എവല്യൂഷൻ, പിന്നീട് വരുന്നതാണ് മാനേജ്മെന്റ് തിങ്കേഴ്സ്. ക്ലിയർ? ഹെൻറി ഫയോൾ, ടെയ്ലർ, അതുപോലെയുള്ള തിങ്കേഴ്സ് അവരുടെ പ്രിൻസിപ്പിൾസ്, പിന്നെ ദ പ്രോസസ് ഓഫ് മാനേജ്മെന്റും, ഏറ്റവും അവസാനം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഇതിനകത്ത് നോക്കണം. ക്ലിയർ ആണോ? സോ ഇതാണ് ഒന്നാമത്തെ മൊഡ്യൂൾ. നമ്മുടെ പ്രീവിയസ് എക്സാമിനേഷനിൽ ഈ മൊഡ്യൂളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് 61 ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. വിച്ച് among the following statement related to scientific management is not correct? ക്ലിയർ ആണോ? അപ്പം താഴെ പറയുന്നവയിൽ സയന്റിഫിക് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഏതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്, കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് മുഴുവൻ 4 ഓപ്ഷൻസ് ഉണ്ട്. ആപ്ലിക്കബിൾ ടു ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് എ ഫാക്ടറി, ഹെൽപ്പ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ഡെവലപ്ഡ് ബൈ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ, ഏറ്റവും അവസാനം യൂണിറ്റി ഓഫ് കമാൻഡ് ഇസ് സ്ട്രിക്ട്ലി ഫോളോഡ്. ഇത്രയും ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സയന്റിഫിക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ? അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ഇസ് സ്ട്രിക്ട്ലി ഫോളോഡ് എന്നത് തെറ്റാണ് എന്നുള്ളതാണ്. ക്ലിയർ? അതായത് സയന്റിഫിക് മാനേജ്മെന്റ് ഒരിക്കലും യൂണിറ്റി ഓഫ് കമാൻഡിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ ആണോ? അവിടെ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ കമാൻഡ് ചെയ്യുന്നത് കുഴപ്പമില്ലെന്നും അത് നല്ലതാണെന്നും ആണ് ആക്ച്വലി സയന്റിഫിക് മാനേജ്മെന്റ് പറയുന്നത്. ഹെൻറി ഫയോൾ ആണ് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് വേണം, ഒരു വ്യക്തിയെ, ഒരാളെ ഒരു സമയം കമാൻഡ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. സോ ഹെൻറി ഫയോളിൻ്റെ കോൺസെപ്റ്റാണ് യൂണിറ്റി ഓഫ് കമാൻഡ് സ്ട്രിക്ട്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ടെയ്ലറുടെ കോൺസെപ്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് മാനേജ്മെന്റിലേക്ക് വരുമ്പം അവിടെ യൂണിറ്റി ഓഫ് കമാൻഡിന് എന്തില്ല, പ്രസക്തിയില്ല. ഒരു വ്യക്തിയെ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആൾക്കാർ കമാൻഡ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആ ഒരു പെർട്ടിക്കുലർ മാനേജ്മെന്റ് രീതി ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് ഡി എന്നുള്ളതാണ്. ബാക്കി 3 ഓപ്ഷൻസും എന്തുമായി ബന്ധപ്പെട്ടതാ? സയന്റിഫിക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി സയന്റിഫിക് മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റ് വളരെ ഇൻഡെപ്ത് നോക്കിയാൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരാൾക്ക് എഴുതണമെങ്കിൽ അയാൾ എന്തായിരിക്കണം പഠിച്ചു വെക്കേണ്ടത്? സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സാണ്. ക്ലിയർ? സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ്, അപ്പോൾ അല്ലെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റിനകത്ത് എന്തൊക്കെ വരുന്നു എന്നുള്ള കാര്യം. ക്ലിയർ? അത് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് വ്യക്തമായി മനസ്സിലാവും എന്താണ് സയന്റിഫിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടത്, എന്താണ് ബന്ധപ്പെടാത്തത്. അപ്പം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് യൂണിറ്റി ഓഫ് കമാൻഡിന്റെ ഡെഫിനിഷൻ?
അതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഒന്നാമത്തേതാണ് വരുന്നത്, ഇംപ്ലൈസ് ദാറ്റ് എംപ്ലോയി ഷുഡ് ഗെറ്റ് ഓർഡേഴ്സ് ഫ്രം ആൻഡ് റിപ്പോർട്ട് ടു വൺ ബോസ്. ഒരു പെർട്ടിക്കുലർ എംപ്ലോയി ഒരു സമയം ഒരൊറ്റ ബോസിനോടായിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്നത്, അയാളിൽ നിന്നായിരിക്കണം അയാൾക്ക് ഓർഡേഴ്സ് കിട്ടുന്നത്. ഇതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ യൂണിറ്റി ഓഫ് കമാൻഡ്, അതുപോലെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രപ്പോസ്ഡ് ബൈ ഹും? പ്രപ്പോസ്ഡ് ബൈ ഹെൻറി ഫയോൾ. ഓരോന്നും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ അതിലേതെങ്കിലും ഒരെണ്ണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി പിക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ രീതി കണ്ടിട്ട് എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മൾ ഓരോ പ്രിൻസിപ്പിൾസും ഇൻഡെപ്തായിട്ട് നോക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ഫയോളിൻ്റെ ആയിക്കോട്ടെ ടെയ്ലറിൻ്റെ ആയിക്കോട്ടെ, ഇൻഡെപ്തായിട്ട് തന്നെ ഓരോ പ്രിൻസിപ്പിൾസും നോക്കിയിരിക്കണം. സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. മൂന്നാമത്തത്, ദ ഫങ്ഷൻ ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്. നമുക്ക് മാനേജ്മെൻറ്റ് ലെവൽസ് പഠിക്കാനുണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഇതിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏത് ഓപ്ഷനാണ്? നമ്മുടെ ആൻസർ വരുന്നത് അസൈനിങ് നെസസറി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ദെയർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെയും ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെയും കണക്ട് ചെയ്യുന്നതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ എക്സാമ്പിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുകൾ. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ. സോ ഇത് പഠിച്ചിട്ടുള്ള വ്യക്തിക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് പറ്റും. അവരുടെ ഡ്യൂട്ടി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രോപ്പറായിട്ട് ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണെന്ന്. ക്ലിയർ ആണോ? സോ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് 63ാമത്തെ ക്വസ്റ്റ്യൻ. ഇനിയും 64ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹെൻറി ഫയോളും FW ടെയ്ലറും ഏത് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ ഭാഗമാണ്? ബിഹേവിയറൽ മാനേജ്മെൻറ്റ് സ്കൂളാണോ, ക്ലാസിക്കൽ ആണോ, നിയോ ക്ലാസിക്കൽ ആണോ, കണ്ടിജൻസി ആണോ? ആൻസർ വരുന്ന ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ ഭാഗമാണ് ടെയ്ലറും അതുപോലെ ഫയോളും എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഒരെണ്ണം കൂടെ ഉണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് എന്തിൻ്റെ പാർട്ടാണ്? മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. ഇതിൽ ഡയറക്റ്റിംഗ് എന്ന ഫംഗ്ഷനകത്തു നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഡയറക്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് എന്താ? ആൻസർ വരുന്ന മോട്ടിവേഷൻ എന്നുള്ളതാണ്. മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാ? ഡയറക്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഫങ്ഷൻസും ഓരോന്നും പഠിച്ചിരിക്കണം. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരിക്കണം. ഇതിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റിംഗ് എന്ന പോർഷനിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തവർക്ക് സ്പെസിഫിക്കലി ചോദിക്കാം. ഇത്രയുമായിരുന്നു ഒന്നാമത്തെ മൊഡ്യൂൾ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് വന്ന എല്ലാ ക്വസ്റ്റ്യനും നോക്കി. അത്രയും കണ്ടപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഭയങ്കര പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. +1, +2 മാനേജ്മെൻറ്റ്, ബിസിനസ് സ്റ്റഡീസിൻ്റെ പോർഷൻസ് ഏറെക്കുറെ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ഈസി ആയി തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. ഡിഫിക്കൽട്ടി ലെവൽ അത്രയും ഇല്ല ക്വസ്റ്റ്യൻസിന്. ഓക്കെ ആണോ? സോ കമ്പാരിറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 1ൽ നിന്ന് വന്നത്. ഇനി പിന്നെ മൊഡ്യൂൾ 2ലേക്ക് പോകുമ്പം അവിടെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പോർഷൻ വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും പ്രധാനമായിട്ടും ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഈ മൊഡ്യൂളിൽ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്, ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സെപ്പറേറ്റ് ആയിട്ട് നോക്കണം. അക്കൗണ്ടിങ് കോൺസെപ്റ്റും കൺവെൻഷൻസും നമുക്കറിയാമല്ലോ. പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഉണ്ട്, അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഉണ്ട്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അതുപോലെയുള്ള മാച്ചിങ് പ്രിൻസിപ്പിൾ, കോസ്റ്റ് കോൺസെപ്റ്റ്, കൺസർവേറ്റിസം, അതുപോലെയുള്ളതെല്ലാം ഡീറ്റെയിൽ ആയി നോക്കണം. പിന്നീട് ഗ്യാപ്പ് എന്താണ്, ഗ്യാപ്പിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും, പിന്നെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് IAS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അവയെ ഇന്ത്യൻ രീതിയിലേക്ക് അക്കോമഡേറ്റ് ചെയ്തതിനെയാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുന്നത്. അവയെപ്പറ്റിയും ഡീറ്റെയിൽ ആയി നോക്കണം. ഏറ്റവും അവസാനം ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എങ്ങനെ സെറ്റ് ചെയ്യുന്നു,
അത് സെറ്റ് ചെയ്യുന്നതിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, പ്രൊസീജിയേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 2-ൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ മൊഡ്യൂൾ 2-ൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന എന്താ പറയുന്നത് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പേറ്റന്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിളാണ്? അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ, ടാഞ്ചിബിൾ അസറ്റ് ആണോ, ഫിറ്റീഷ്യസ് അസറ്റ് ആണോ, കറണ്ട് അസറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പേറ്റന്റ് നമുക്ക് തൊടാനും കാണാനും ഒന്നും പറ്റത്തില്ല. അതെന്താ? ഇൻടാഞ്ചിബിൾ അസറ്റ്. അതൊരു ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് രണ്ട് തരം, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ. പേറ്റന്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ക്ലിയർ? സോ വളരെ ചെറിയ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അസറ്റ് എന്താ, എക്സ്പെൻസ് എന്താ, ഇൻകം എന്താ, ലൈബിലിറ്റി എന്താ, ക്യാപിറ്റൽ എന്താ, ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ? ഇതിൻ്റെ സബ് ഡിവിഷൻസ് മനസ്സിലായിരിക്കണം. ഓക്കെ ആണോ? ഇപ്പം ക്യാഷ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസറ്റാ. അസറ്റിനകത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് അസറ്റാന്ന് പറയാൻ പഠിക്കണം. ഡെറ്റേഴ്സ് കറണ്ട് അസറ്റാന്ന് പറയാൻ പഠിക്കണം. ഇനി മെഷീനറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫിക്സഡ് അസറ്റ് ആണെന്ന് പറയാൻ പഠിക്കണം. ഇനി 5 ഇയറിലേക്ക് ഒരു ലോൺ എടുത്തെങ്കിൽ അതൊരു ലോങ് ടേം ലൈബിലിറ്റി ആ ലോൺ ആണെന്ന് പറയാനായിട്ട് പഠിക്കണം. ക്ലിയർ? ആ രീതിയിൽ ഓരോ ചെറിയ ചെറിയ കോൺസെപ്റ്റും അതിൻ്റെ എക്സാമ്പിൾസും നോക്കണം. ക്ലിയർ ആണോ? വളരെ ചെറിയ ലെവലിലുള്ള ക്വസ്റ്റ്യനിങ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തതാണ്, അക്കോർഡിംഗ് ടു റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ. എപ്പോഴാണ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഇത് എന്തിൽ നിന്നുള്ള ടോപ്പിക്കാണ്, എന്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്? നമ്മളുടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, കൺവെൻഷൻസ്, പ്രിൻസിപ്പിൾസ്, അതിനകത്തു നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്ന് ആ പ്രിൻസിപ്പിൾ വ്യക്തമായി പറയുന്നുണ്ട്. അത് വായിച്ച ഒരാൾക്ക് കണ്ണും പൂട്ടി ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താ? വെൻ സർവീസസ് ആർ റെൻഡേർഡ് ഓർ ദ പ്രോഡക്റ്റ് ഈസ് ഡെലിവേർഡ് ടു കസ്റ്റമർ. നമ്മളൊരു സർവീസ് റെൻഡർ ചെയ്തു, അതിൻ്റെ കാശ് കിട്ടിയോ ഇല്ലയോ നോക്കണ്ട. നമ്മൾ സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൈസ കിട്ടാനുണ്ട്, കിട്ടാനുള്ള അവകാശം നമുക്കുണ്ട്. സോ നമുക്ക് റവന്യൂ ആയി അപ്പോൾ തന്നെ റെക്കഗ്നൈസ് ചെയ്യാം. ഇനി നമ്മളുടെ ഒരു കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് കൊടുത്തു, ഡെലിവർ ചെയ്തു, അതിൻ്റെ പൈസ അവൻ തന്നോ ഇല്ലയോ നമ്മൾ നോക്കണ്ട. നമ്മളത് ഡെലിവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടാനുള്ള അവകാശമുണ്ട്. റവന്യൂ ആയി അപ്പോൾ തന്നെ റെക്കഗ്നൈസ് ചെയ്തോളൂ. റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിളിൽ എക്സാക്ട് ഇത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പം ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ കണ്ടതൊന്നും പാടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ക്ലിയർ? അതൊന്ന് വായിച്ചു നോക്കിയ വ്യക്തിക്ക് എഴുതാൻ പറ്റും. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഒട്ടും ഡിഫിക്കൽട്ട് അല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതും കഴിഞ്ഞു. അടുത്തതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഇസ് ഇൻകറക്റ്റ്. ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അസറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്, ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇവിടെ ചോദിച്ചിരിക്കുന്ന താഴെ ഏതാ ഇൻകറക്റ്റ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ ആ ഈക്വൽ സൈഡിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എന്ന് പറയാം. കുഴപ്പമില്ല. ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് എന്നും പറയാം. അതും കുഴപ്പമില്ല. അസറ്റ് മൈനസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ലയബിലിറ്റി എന്നും പറയാം. എങ്ങനെ അത് വന്നതെന്ന് മനസ്സിലായോ? ഇക്വേഷൻ ആണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഈക്വലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഐറ്റംസിനെ മാറ്റുമ്പോൾ പ്ലസ് മൈനസും മൈനസ് പ്ലസും ഒക്കെ ആകും. അപ്പം ആ ഒരു ഇക്വേഷൻ്റെ പല വേരിയേഷൻസ്. ക്ലിയർ ആണോ? ഇതിൽ തെറ്റായിട്ടുള്ള എന്ത് മാത്രമാണ്? അസറ്റ് പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ലയബിലിറ്റി ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്ലസ് മൈനസ് ആണ് ആകേണ്ടത്. പക്ഷേ സി എന്ന ഓപ്ഷനിൽ അസറ്റ് പ്ലസ് ലയബിലിറ്റി ഈക്വൽസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വിച്ച് ഈസ് റോങ്. ഓക്കെ ആണോ? സോ അത് മാത്രമാണ് ആ ഇക്വേഷനിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ. ബാക്കി 3 ശരിയായ അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിച്ച ഒരു വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ ഇത് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതും ഡിഫിക്കൽട്ട് ആണോ? ഇതൊട്ടും ഡിഫിക്കൽട്ട് അല്ല. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ആൻസർ അവർ കൊടുത്തിട്ടുമില്ല. കാരണം വേറൊന്നുമല്ല, ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണെന്നുള്ളതാണ്. പണ്ട് ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക്കലി ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അതാണ് AS6 എന്ന് പറയുന്നത്. ഈ AS6നെ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പം AS10-നകത്താണ്
ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാറുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് ഡിപ്രീസിയേഷന് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ നിലവിലില്ല. AS6 ഈ ഓപ്ഷനിലുള്ളൂ. AS10 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. AS6 ഉള്ളൂ. സോ അത് അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടല്ല, അതിന് അവർ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. ലൈക്ക് അത് തെറ്റായതുകൊണ്ട്, കറക്റ്റ് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് കൊടുത്തിട്ടില്ല. AS6 ഇപ്പം നിലവിലില്ല. സോ AS6 എന്ന് എഴുതുന്നത് തെറ്റായി പോകും. ഓക്കെ ആണോ? സോ അതാണ് കണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ. അത് ക്വസ്റ്റ്യനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് ഓപ്ഷൻസിൽ. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്തുമായി ബന്ധപ്പെട്ടതാ? കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടതാ. കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മുടെ സിലബസിലുണ്ട്. നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇതെന്താണെന്ന് ജസ്റ്റ് നോക്കണം. അതിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓവർഹെഡ് എന്താന്ന് ഡെഫിനിഷനിൽ തന്നെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന, ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ്. ഇൻഡയറക്റ്റ് കോസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഓവർഹെഡ്. സോ ഓപ്ഷനകത്ത് അത് ഡയറക്റ്റായി കൊടുത്തിട്ടുണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നുള്ളത്. ഒരിക്കലും ഡയറക്റ്റ് കോസ്റ്റ് അല്ല, ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഫാക്ടറി കോസ്റ്റും അല്ല, ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് കോസ്റ്റും അല്ല. ഇൻഡയറക്റ്റ് കോസ്റ്റ് മാത്രമാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. സോ എൻ്റെ ഓപ്ഷൻ ബി ആണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ക്ലിയർ ആണോ? അപ്പം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടതിനകത്തുനിന്ന് പ്രധാനമായിട്ട് എന്താ മനസ്സിലായത്? ഈസി ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 2 നിന്നും വരുന്നത്. പക്ഷേ അതിനകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം. മിക്ക ആൾക്കാരും ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ നോക്കി അങ്ങ് വിട്ടുകളയും. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, ഡീറ്റെയിൽ ആയി പോകാൻ ഒരിക്കലും സിലബസ് പറയുന്നില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം. എത്ര തരം കോസ്റ്റുകളുണ്ട്, അതിൻ്റെ വകഭേദങ്ങൾ എന്തൊക്കെയാണ്, കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, കോസ്റ്റ് ഷീറ്റിലെ പ്രൈം കോസ്റ്റ് എന്താണ്, ഈ വക ജനറൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ, കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ ഐഡിയ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ മാത്രം വായിച്ചിട്ട് പോകരുത്. അതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ സ്ട്രെസ് ചെയ്യാനുള്ള ഒരു പോയിന്റ്, ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ആസ്ഡ്. ക്ലിയർ ആണോ? ഇനി മൂന്നാമത്തെ മൊഡ്യൂളാണ്, അത് ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, അവയുടെ സ്ട്രക്ചർ, പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് എന്താണ്, ഇനി ക്യാപിറ്റൽ ഫ്ലോട്ടേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ്. ക്യാപിറ്റൽ ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ക്യാപിറ്റൽ വേണം, എങ്ങനെയൊക്കെ ക്യാപിറ്റൽ സ്വരൂപിക്കാം, ഷെയർ ഇഷ്യൂ ചെയ്ത് സ്വരൂപിക്കാം, അങ്ങനെ പല രീതികളുണ്ട്. ആ മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ, നമ്മൾ സെക്യൂരിറ്റീസ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് എന്താ? ക്ലിയർ? ഓക്കെ. ഇനി ഏതൊക്കെ സെക്യൂരിറ്റീസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്, അവയെപ്പറ്റി വിശദമായി പഠിക്കണം. പിന്നെ നമ്മളുടെ സെബിയെ പറ്റി പഠിക്കണം. മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിലുള്ള മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിനെപ്പറ്റി പഠിക്കണം. അത് എപ്പോഴൊക്കെയാണ് രൂപം കൊണ്ടത് എന്നതിനെപ്പറ്റി പഠിക്കണം. ഏറ്റവും അവസാനം സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതിൻ്റെ റോൾസും ഫങ്ഷൻസും നോക്കണം. ഇത്രയുമാണ് അതിനകത്ത് ഉള്ളത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള ടോപ്പിക്സും പോർഷനും തന്നെയാണത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓൾറെഡി തന്നെ ഡിസ്പ്ലേഡ് ആണ്. സെൻസെക്സ് ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സെൻസെക്സ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ്. നിഫ്റ്റി ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ്. സോ ഇവിടെ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി കിട്ടി, അതാണ് ആൻസർ. സെൻസെക്സ് ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബാക്കി മൂന്നെണ്ണവും കറക്റ്റ് അല്ല. അതിൻ്റെ റീസൺ ജസ്റ്റ് പറഞ്ഞു പോകാം. ബി എന്ന ഓപ്ഷൻ, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ളതാണ് തെറ്റാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ല കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്, ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ല. സോ ദാറ്റ് ഈസ് റോങ്. ഓക്കെ. അടുത്തത്, ബുൾ എക്സ്പെക്ട് എ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റി ഇൻ നിയർ ഫ്യൂച്ചർ. ബുൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. ബുൾ, ബെയർ, അങ്ങനെ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഈ ബുൾ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഒരു സിനാരിയോ വരുന്നത്, അങ്ങനെ ബുള്ളിഷ് ട്രെൻഡ് കാണിക്കുന്നുണ്ടെങ്കിൽ ദേ എക്സ്പെക്ട് എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റി ഇൻ നിയർ ഫ്യൂച്ചർ. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബുൾ എന്ന് പറഞ്ഞത്. ദേ എക്സ്പെക്ട് റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റി. സോ ആ ഓപ്ഷൻ തെറ്റാണ്. ഏറ്റവും അവസാനം, സെബി ഈസ് എ റെഗുലേറ്റർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. വളരെ തെറ്റാണ്. സെബി ഈസ് എ റെഗുലേറ്റർ ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വാച്ച് ഡോഗ് ആണ് സെബി.
RBI ആണ് മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ സെബി ആണെന്ന് പറയുന്നത് തെറ്റാണ്. സോ 3 ഓപ്ഷൻസ് തെറ്റാണ്. ശരിയായ ഓപ്ഷൻ സെൻസെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആണെന്ന് പറയുന്നതാണ്. സോ വി ചൂസ് ദി ഫസ്റ്റ് ഓപ്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ദി കറക്റ്റ് ഓപ്ഷൻ. ക്ലിയർ ആണോ? സോ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ സംഭവം വന്നപ്പം പല ടോപ്പിക്കിനെ ടച്ച് ചെയ്താണ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഒരൊറ്റ പെർട്ടിക്കുലർ ടോപ്പിക് അല്ലായിരുന്നു. ക്ലിയർ ആണോ? അതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ ഈസ് റിലേറ്റഡ് ടു ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് വിച്ച് ആർ ട്രേഡഡ് ഇൻ കൊമേഴ്ഷ്യൽ മാർക്കറ്റ്. അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ അല്ല പർട്ടിക്കുലർ ആ മാർക്കറ്റിൽ പ്രൈമറി മാർക്കറ്റ് ആയിക്കോട്ടെ, സെക്കൻഡറി മാർക്കറ്റ് ആയിക്കോട്ടെ, മണി മാർക്കറ്റ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ മാർക്കറ്റ് ആയിക്കോട്ടെ, അവിടെ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് അതിൻ്റെ ബേസിസിലാണ് സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. തേർഡ് ഓപ്ഷൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഡിഫറെൻറ്റ് പ്ലെയേഴ്സിൻ്റെ ബേസിസിലാണ്. ഫോർത്ത് ഓപ്ഷൻ അതിൻ്റെ റെഗുലേറ്റേഴ്സ് ആരാണ്. അങ്ങനെ പല ഇതിനകത്തുനിന്നും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നെ വന്നത്. ക്ലിയർ ആണോ? എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും. അപ്പം മുഴുവനായിട്ട് പഠിച്ചാലേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പോർഷൻ മാത്രം നോക്കിപ്പോയാൽ പറ്റില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, ദ ഫസ്റ്റ് ഡീമെറ്റീരിയലൈസ്ഡ് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ വെയർ ഫുള്ളി ഓട്ടോമേറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഈ പെർട്ടിക്കുലർ സിസ്റ്റം സ്ക്രീൻ ബേസ്ഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് ആദ്യമായി കൊണ്ടുവന്നത്? അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. മറ്റുള്ളവയിലൊന്നും അല്ല. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ല, മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് അല്ല, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിലും അല്ല. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ആദ്യമായി ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അത് ആ പെർട്ടിക്കുലർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ പഠിക്കുമ്പം നമുക്കത് മനസ്സിലാകും. അത് വ്യക്തമായി പഠിച്ചവർക്ക് ആൻസർ ചെയ്യാം. 73ാമത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു സെബി. സെബിയുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുക. ഒന്നാമത് നോക്കാം. സെബി 1988 എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് പറയുന്നത് തെറ്റാണ്. 1992 എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ഫസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ ഇറ്റ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ചെക്ക് പ്രൈസ് റിഗിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൽ പ്രൈസ് റിഗ് ചെയ്യപ്പെടുന്നുണ്ടോ, സെക്യൂരിറ്റീസിന്റെ പ്രൈസ് കൂട്ടി കാണിക്കപ്പെടുന്നുണ്ടോ, കുറച്ച് കാണിക്കപ്പെടുന്നുണ്ടോ, ഇതൊക്കെ നോക്കുന്നത് സെബിയാണ്. ബിക്കോസ് ദേ ആർ ദ വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. തേർഡ് ഓപ്ഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ്. അല്ല, ന്യൂഡൽഹി അല്ല, മുംബൈ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ ആണോ? സോ ബേസിക് ആയിട്ട് സെബിയെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള വ്യക്തിക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ എന്നാണത് എന്താ പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഈ വക വിവരങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം, ഇയേഴ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ. 74ാമത്തത്, വിച്ച് എം ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ സ്വരൂപിക്കാനുള്ള മെത്തേഡ്, ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് ക്യാപിറ്റൽ സ്വരൂപിക്കാനുള്ള മെത്തേഡ് അല്ലാത്തത്? ഇതിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെയും റൈറ്റ് ഇഷ്യൂയിലൂടെയും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെയും തങ്ങളുടെ സെക്യൂരിറ്റികൾ മറ്റുള്ളവർക്ക് വിറ്റ് ഒരു കമ്പനിക്ക് ക്യാപിറ്റൽ സ്വരൂപിക്കാം. സോ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നതും റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നതും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതും മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള എല്ലാം തന്നെ മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ആണ്. സോ നൺ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ക്ലിയർ? ഇതിൽ ഏതാ മെത്തേഡ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ തന്ന എല്ലാ മെത്തേഡാണ്. സോ ഡി എന്ന ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം, നൺ ഓഫ് ദീസ്. ക്ലിയർ ആണോ? അപ്പോൾ മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഇമ്പോർട്ടൻ്റ്. ഒരു ക്വസ്റ്റ്യൻ അതിനകത്തൊന്ന് കണ്ടിരിക്കും. പല മെത്തേഡ്സ് ഉണ്ട്, ആ മെത്തേഡ്സ് എല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ ആണോ? അത്രയുമായിരുന്നു തേർഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യനും കണ്ടിട്ട് കമ്പയർഡ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കുറച്ചുകൂടെ ടഫായിരുന്നു. ക്ലിയർ? അപ്പോൾ നമുക്കതാണ് അതിനകത്തൊന്ന് മനസ്സിലാകുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കുറച്ചുകൂടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നപ്പം തേർഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ടഫായിരുന്നു. കാരണം ആ ഒരു ടോപ്പിക്കും ഏകദേശം ഇൻഡെപ്ത് ഉള്ള ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ടും കൂടെ ആയിരിക്കും. ഇനി ഫോർത്ത് മൊഡ്യൂൾ വരുന്നതാണ് ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് വരുന്നത് എവല്യൂഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ്, ടൈപ്പ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ, പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്, ഫോറിൻ ബാങ്ക്, ന്യൂ ജനറേഷൻ ബാങ്ക്. സിലബസിൽ പറയുന്നതിന് സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി, ഇതൊക്കെ തന്നെ പഠിച്ചാൽ മതി. ഈ ടൈപ്പ് ബാങ്ക്സ് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇന്നോവേഷൻ ആൻഡ് റിഫോംസ് ഇൻ ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് സെക്ടറിൽ ഉണ്ടായ ഇന്നോവേഷൻസ്, റിഫോംസ് എല്ലാം, അതാണ് ഈ ബാങ്കിങ് എന്ന് പറയുന്നത്. അതിനകത്ത് കോറ്, ECS, EFT, RTGS, എന്താ പറയുന്നത് NEFT, സ്വിഫ്റ്റ്, മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, റീറ്റെയിൽ ബാങ്കിങ്, ഈ വക കോൺസെപ്റ്റ് എല്ലാം ഡീറ്റെയിൽ ആയി തന്നെ നോക്കണം. ഏറ്റവും അവസാനം ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ഇത്രയും കോൺസെപ്റ്റാണ് ഫോർത്ത് മൊഡ്യൂൾ. ഫോർത്ത് മൊഡ്യൂളും വളരെ വലിയ മൊഡ്യൂളാണ്. ക്വസ്റ്റ്യൻസ് വന്നത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, ദ മാർക്കറ്റ് ത്രൂ വിച്ച് RBI ക്യാൻ ഇംപ്ലിമെന്റ് ഇറ്റ്സ് മോണിറ്ററി പോളിസി. RBIയുടെ മോണിറ്ററി പോളിസി ഏത് മാർക്കറ്റിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നത്? നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു,
RBI ആണ് മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ മണി മാർക്കറ്റിലൂടെയാണ് RBIക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, മോണിറ്ററി പോളിസി എന്ത് ചെയ്യാൻ സാധിക്കുക, മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഗവൺമെൻറ്റിനെ ഫിസ്ക്കൽ പോളിസി, RBIയുടേത് മോണിറ്ററി പോളിസി. ഓക്കെ ആണോ? യെസ്. രണ്ടാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസറ്റ് ഹെൽഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക്, നിങ്ങളൊരു ബാങ്കാണെന്ന് വിചാരിക്കുക, നിങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് അസറ്റ് അല്ലാത്തത്? നിങ്ങളുടെ കയ്യിലൊരു ഡിസ്കൗണ്ടഡ് ബില്ലുണ്ട്, ഒരാളൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് വന്ന് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ആ ബില്ലുണ്ട്, അത് നിങ്ങളെ സംബന്ധിച്ച് അസറ്റാണ്. കാരണം ഫ്യൂച്ചർ ഡേറ്റിൽ ആ ബില്ലിൻ്റെ ഡ്രോയുടെ കയ്യിൽ നിന്ന് ആ പൈസ നിങ്ങൾക്ക് മേടിച്ചെടുക്കാം ആസ് എ ബാങ്ക്. സോ ദാറ്റ് ഈസ് യുവർ അസറ്റ്. ഇനി മണി ലെൻഡ് അറ്റ് ഷോർട്ട് നോട്ടീസ്, നിങ്ങൾ വളരെ ചെറിയ ഒരു കാലത്തേക്ക് എന്ത് ചെയ്തു, മണി ലെൻഡ് ചെയ്തിട്ടുണ്ട്. പൈസ ലെൻഡ് ചെയ്താൽ വിത്ത് ഇൻട്രസ്റ്റ് അവർ തിരിച്ച് പേ ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് അത് അസറ്റാണ്, നിങ്ങൾക്ക് പൈസ കിട്ടാനുണ്ട്, അത് നിങ്ങളുടെ അസറ്റാണ്. ഡെറ്റർ പോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, നമ്മുടെ അസറ്റാണ് ബാങ്കിനെ സംബന്ധിച്ച്. ഇനി RBIയിൽ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്, അതായത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റാണ് ബാങ്ക്സ് കുറച്ച് പോർഷൻ RBIയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം സേഫ്റ്റിക്ക് വേണ്ടി. ആ പൈസ നമ്മുടെ ഉപയോഗത്തിന് തന്നെ നമുക്ക് എടുക്കാം, ബാങ്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ. സോ ദാറ്റ് ഈസ് ഓൾസോ ബാങ്കിൻ്റെ അസറ്റാണ്. ഇവിടെ അസറ്റ് അല്ലാത്ത എന്താ, കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ്, അതായത് വേറെ നമ്മുടെ കസ്റ്റമർ ബാങ്കിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ഇട്ടു, ആ പൈസ നമ്മുടെ അസറ്റ് അല്ല, ലയബിലിറ്റിയാണ്. കാരണം നമ്മൾ അതിൻ്റെ വിത്ത് ഇൻട്രസ്റ്റ് ആ വ്യക്തിക്ക് ഇത്ര സമയം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്, നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ്. സോ കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് നമ്മുടെ എന്താ, ലയബിലിറ്റിയാണ്, അസറ്റ് അല്ല ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. സോ താഴെ പറഞ്ഞ ഓപ്ഷനിൽ കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ്സ് ആണ് അവിടെ അസറ്റ് അല്ലാത്തത്. ക്ലിയർ ആണോ? സോ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന ഏരിയ, ജസ്റ്റ് തിയറി മാത്രം നോക്കി പോകുന്നതല്ല, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, അതിനകത്ത് അസറ്റ്സ് എന്തൊക്കെയാണ് ഒരു ബാങ്കിനെ സംബന്ധിച്ച്, ലയബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം. 77ാമത്തത്, ഒരു ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കുന്നത്? ക്ലിയർ? അതിൻ്റെ ആൻസർ B ആണ്, ജോയിൻലി വിത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫ്രം ദ പബ്ലിക്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ഒരു പങ്കുണ്ട്, ഷെയർ ഹോൾഡേഴ്സും കാണും, പ്രൈവറ്റ് പാർട്ടീസും കാണും. ക്ലിയർ? എന്നാൽ ഗവൺമെൻറ്റിനായിരിക്കും ഒരു എന്താ പറയുക, ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ഓണർഷിപ്പ് പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെത്. ബാക്കിയുള്ള ഓപ്ഷൻസ് തെറ്റാണ്. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക് എന്താണ് എന്നൊരു ബോധമുള്ള വ്യക്തിക്ക് ആ ഓപ്ഷൻ B തന്നെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത് പറഞ്ഞാൽ ഹോൾലി വിത്ത് ഗവൺമെൻറ് എന്ന, മുഴുവനും ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ല, കുറച്ച് പ്രൈവറ്റിൻ്റെ കയ്യിലും ഉണ്ട്. ജോയിൻലി വിത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, SBIയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കൂടെ അല്ല, അങ്ങനെയല്ല. പിന്നെ ഏറ്റവും അവസാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഫുള്ളായിട്ടെന്നുള്ളത്, അതും തെറ്റാണ്. B ആണ് ഓപ്ഷൻ, ജോയിൻലി വിത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫ്രം ദി പബ്ലിക്. ക്ലിയർ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് 77 എന്ന് പറയുന്നത്. ഇനി 78ാമത്തത്, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യനാണ്, കുറച്ച് ട്രിക്കിയാണ്, ആൾക്കാരെ തെറ്റിക്കും. മാക്സിമം എമൗണ്ട് ഓഫ് സ്റ്റിപ്പുലേഷൻ ഫോർ RTGS ട്രാൻസാക്ഷൻ, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്, അതാണ് RTGS ട്രാൻസാക്ഷന് വേണ്ടുന്ന മാക്സിമം എമൗണ്ട്, മാക്സിമം ലിമിറ്റ് എത്രയാണ്? മാക്സിമം ലിമിറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ, മിനിമം പറഞ്ഞിട്ടുണ്ട്. RTGS ട്രാൻസാക്ഷൻ ആണെങ്കിൽ 2 lakh മിനിമം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കൃത്യമായി വായിച്ചില്ലെങ്കിൽ 2 lakh കണ്ടിട്ടുള്ളൊരു ഫിഗർ RTGSുമായി ബന്ധപ്പെട്ട് ആൾക്കാർ നേരെ 2 lakh കൊണ്ടുപോയിട്ട് ചൂസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അവിടെ ചോദിച്ച മാക്സിമം എമൗണ്ട്, RTGS ട്രാൻസാക്ഷന് മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല, അപ്പം നോ ലിമിറ്റ് എന്നുള്ളത് ആൻസർ. മിനിമം ഉണ്ട്, മിനിമം 2 lakh എങ്കിലും വേണം, മിനിമം അല്ല ഇവിടെ ചോദിച്ചത്, മാക്സിമമാണ്. അപ്പോൾ ക്വസ്റ്റ്യനിങ് ഈ ഒരു മൊഡ്യൂളിൽ കുറച്ച് ടഫായിട്ടാണ് വരുന്നത്. ക്ലിയർ? യെസ്, വെൻ കമ്പയർഡ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ. ഇനി 79ാമത്തത്, ദ ബാങ്ക്സ് ദാറ്റ് ആർ കവേർഡ് അണ്ടർ ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിൽ കവർ ചെയ്തിട്ടുള്ള ബാങ്കുകൾ ഏതൊക്കെയാണ്? ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കവേർഡ് ആണ്, റീജിയണൽ റൂറൽ ബാങ്ക്സ് കവേർഡ് ആണ്, ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സും കവേർഡ് ആണ്. സോ ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഓംബുഡ്സ്മാൻ എന്ന ആ ഒരു പോർഷൻ നോക്കിയാൽ അത് വ്യക്തമാവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സർവീസ് പ്രൊവൈഡഡ് ബൈ റീറ്റെയിൽ ബാങ്ക്? റീറ്റെയിൽ ബാങ്ക് കൊടുക്കാത്തൊരു സർവീസ് എന്താ? റീറ്റെയിൽ ബാങ്ക് ഹോമും ഓട്ടോ ലോൺസ് ഒക്കെ കൊടുക്കും, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യും, ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യും. കൺസൾട്ടൻസി സർവീസ് ഒന്നും കൊടുക്കത്തില്ല. കൺസൾട്ടൻസി നമ്മൾ പോയി ചോദിക്കുകയാണ് നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്താലാണ് ഏറ്റവും നല്ലത്, ആ രീതിയിൽ കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യത്തില്ല. അവർ പ്രൊവൈഡ് ചെയ്യും ചില ഇൻവെസ്റ്റ്മെൻറ്റ്സും പ്ലാൻസും ഒക്കെ, വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ കൺസൾട്ടൻസി സർവീസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല. ക്ലിയർ? കൺസൾട്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാല്യുബിൾ ഇൻഫർമേഷൻ നൽകും, നമ്മൾ ആ ഇൻഫർമേഷന് പൈസ കൊടുക്കും. നമ്മളങ്ങനെ ഇൻഫർമേഷന് പൈസ കൊടുക്കുന്ന പരിപാടി റീറ്റെയിൽ ബാങ്ക്സിൻ്റെ കേസിലില്ല. സോ കൺസൾട്ടൻസി സർവീസാണ് അവർ തരാത്ത സർവീസ്, ബാക്കിയുള്ളതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ ആണോ?
സോ ഇത്രയുമാണ് ആ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട്. അപ്പം 4 മൊഡ്യൂളും നമ്മൾ കവർ ചെയ്തു. ആ 4 മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഒന്നാമത്തെ 2ാമത്തെ മൊഡ്യൂൾ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യനിങ് ഡയറക്റ്റ് ആയിരിക്കും. 3rd and 4th മൊഡ്യൂളിൽ നിന്ന് കുറച്ചുകൂടെ ഇൻ ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് വരാൻ, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ, ക്ലബ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരാം. ക്ലിയർ ആണോ? അപ്പോൾ 3rd and 4th മൊഡ്യൂൾ കുറച്ചുകൂടെ സ്ട്രെസ് കൊടുത്ത് ഇൻ ഡെപ്ത് റീഡിംഗ് ഉണ്ടായിരിക്കണം. 1st and 2nd വായിക്കേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ അതെന്ന് പറയുന്ന കുറച്ചുകൂടെ ഒരു +1 +2 ലെവലാണ്, ഫസ്റ്റ് മൊഡ്യൂളൊക്കെ പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ അതിന് ഒരു പരിധിയിൽ കൂടുതലുള്ള ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. വരില്ല എന്നല്ല പറയുന്നത്, കാണുന്നില്ല നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു സിലബസ് അനാലിസിസ് അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ ആണോ? സോ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, സോ അത്രയുമാണ് ബേസിക്കലി അതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്.